അത് ഇത് കേരളം ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമയെ തള്ളുന്നു. മലയാളം ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് ആ സിനിമയെ തള്ളുന്നു. അതുപോലെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞാണ് നിങ്ങൾ ആ സിനിമയെ തള്ളുന്നത്. പക്ഷേ ഒരിക്കൽ പോലും എങ്ങനെയാണ് ഈ ജിഹാദി റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നത്, ഈവൻ ആ സിനിമയിലെ ലവ് ജിഹാദ് പോലുമാണ് ചർച്ചയായത്. അതുമല്ല അതിലെ യഥാർത്ഥ വിഷയം. അതിലെ യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഐസിസ് റിക്രൂട്ട്മെൻറ്റ്. എങ്ങനെയാണ് തീവ്രവാദത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അവർ അതിലേക്ക് എത്തപ്പെടുന്നത്, എങ്ങനെയാണ് ഈ സലഫി ദഅവ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾ ഐസിസിലേക്ക് ജോയിൻ ചെയ്യുന്ന തലത്തിലേക്ക് മാറുന്നത്, അതിലെത്തപ്പെടുന്നത് എന്നതാണ് ആ സിനിമയിൽ നമ്മൾ കണ്ടത്. കാണാൻ ശ്രമിക്കേണ്ടത് അതാണ്. ഇതാണ് അന്നും ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ മുന്നിൽ നടന്ന ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒന്നും തന്നെ ആ വിഷയത്തിലേക്കല്ല പോയത്. പകരം ലവ് ജിഹാദ്, 32,000 എന്ന് പറയുന്ന നമ്പർ, അതുപോലെ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ. സിനിമ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്യാമറ ആംഗിൾ ശരിയായില്ല,